ഞായറാഴ്ചയൊന്നും തരാനായിട്ട് സാമ്പത്തികം ഇല്ലാത്ത ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. വണ്ടിക്കൂലി മാത്രം കഷ്ടിച്ച് ഇന്ന് വണ്ടിക്കൂലി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വരാനൊക്കാത്തവരുണ്ട്. ഇങ്ങോട്ട് വരാനുള്ള വണ്ടിക്കൂലി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വരാണ്ട് സാധിക്കാത്തവര് ഒരുപാട് പേര് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിൽ നിലനിന്നുണ്ട്. കാരണം ഈശോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പങ്കുവെച്ചുകൊണ്ടായിരുന്നു ജീവിച്ചത്. അപ്പൊ നമ്മൾ സഹനം സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഉയർത്താനായിട്ട് ദൈവം അനുവദിക്കുക. അപ്പൊ നമ്മള് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കാണ് അനുഗ്രഹമായിട്ട് മാറുന്നത്. അപ്പൊ ഞാനെപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ സ്ഥിരമായിട്ട് ഈ കഞ്ഞിയുടെ പ്രശ്നമെങ്കിലും സ്ഥിരമായിട്ടൊന്ന് ഏക്കാനായിട്ട് ആരെങ്കിലും ഒരാളെ ഒരുക്കണമേ എന്ന് പറയണം. അവർക്ക് കിട്ടുന്ന ദശാംശത്തിന്റെ ഒരംശം കൊണ്ട്. കാരണം ഒരേ ദിവസം ചെല്ലുന്തോറും ഈ സാധനങ്ങൾക്ക് ഇങ്ങനെ വില കൂടിക്കൂടി വരിക. ഇവിടെ 10 രൂപയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്ന 1 കിലോ പയറിനിപ്പം 90 രൂപ 93 രൂപ ഇപ്പൊ വിലയാണ്. 85 രൂപയൊക്കെയാണ് ഇപ്പോഴേ വിലയുള്ളത്. ഇങ്ങനെ ഒരേ സാധനത്തിനും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മള് 900 രൂപയ്ക്ക് ഒരു ചാക്ക് അരി എടുത്തോണ്ടിരുന്നെങ്കിൽ ഇപ്പോഴിവിടെ 1400 1300 പിന്നെ 2300 2400 രൂപയാണ് ഒരു ചാക്ക് അരിയുടെ വില. ഇവിടെ നിങ്ങൾ എടുത്തോണ്ട് വരുന്ന ഒരു ചാക്ക് അരി ഒരു 4 ചൊവ്വാഴ്ചത്തേക്ക് കഷ്ടിച്ചേ വരുത്തുള്ളൂ. കാരണം ഈ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും എല്ലാം ഈ കഞ്ഞി ഇവിടെ കൊടുക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ഇവിടെ വരുന്നവർക്ക് കഞ്ഞി കൊടുക്കുന്നുണ്ട്, ചൊവ്വാഴ്ചയുണ്ട്. അപ്പോഴേ ഒരു ചാക്ക് അരി കഷ്ടിച്ചേ തികയത്തുള്ള ഒരു മാസത്തേക്ക്. അപ്പോൾ അങ്ങനെയാണ് ഈ കാര്യങ്ങൾ. പിന്നെ ദൈവം ഇവിടെ നടത്തിക്കൊണ്ട് പോകുന്ന ഇതാണ്. ഒരു വിശ്വസ്തനായിട്ടുള്ള ഒരു കടക്കാരനെ ദൈവം കാണിച്ചതെന്ന് 10,000 രൂപ കൊടുക്കാനുള്ളപ്പോഴും സാധനങ്ങൾ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അയാൾ ചോദിക്കുകയോ പറയാനോ ചെയ്യത്തില്ല. അന്നേരവും സാധനം തരും. ഇവിടെ ആരെങ്കിലും ഔദാര്യമായിട്ട് തരുന്ന സഹായമാണ് തിരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ നമ്മള് ഇപ്പൊ ഇവിടെ എടുക്കുന്ന ഗ്യാസിന് 1700 രൂപ ഒരു സിലിണ്ടർ ഒരു മാസത്തേക്ക് കഷ്ടിച്ചൊക്കെ തികയത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മളറിയാത്ത ചെലവുകൾ ഒരുപാടാണ് ഇവിടെ ഉള്ളത്. കറണ്ട് ബില്ല് അതിന്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടന്നിരിക്കുക. ഞാൻ ഒരു കാരണവശാലും ഇങ്ങനെയൊന്നും ഒന്നും ഇന്ന് വരെ നിങ്ങളോട് പറയേണ്ടില്ല. കാരണം ഇവിടെ വന്ന് ഗർഭിണിയായി കുഞ്ഞിനെ കിട്ടിയ ആള് ഇവിടെ വന്നുകൊണ്ട് എന്നോട് ചോദിച്ച്, ഞാൻ 20 ആഴ്ച ഇവിടെ പോയതായിരുന്നു നമ്മുടെ യൂദാശ്രീയുടെ പള്ളിയിൽ. 20 ആഴ്ച യൂദാശ്രീയുടെ പള്ളിയിൽ പോയതാ ബ്രദറെ. ഇവിടെ വന്ന് 2ാമത്തെ മാസം തന്നെ ഞാൻ ഗർഭിണിയായി. അപ്പൊ ഞാൻ നേർന്നായിരുന്നു, ഞാൻ ഗർഭിണിയായാൽ ഒരു ചാക്ക് അരി കൊടുത്തേക്കാവുന്നു. അപ്പൊ അരി എവിടാ കൊടുക്കണ്ടത് എന്നോട് ചോദിക്കുന്നു. എവിടാ അരി കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞു, മോളെ നിന്റെ തീരുമാനം, നിനക്ക് ഇഷ്ടമുള്ള എന്തോന്ന് അതുപോലെ ചെയ്യാൻ പറയാം. അന്ന് പോയതോ, പിന്നെ ഒരു അറിവില്ല. അപ്പൊ അങ്ങനെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മള് ദൈവത്തിന് നന്ദി പറയുന്നവരാകുമ്പോഴേ ആ നന്ദി സ്വീകരിക്കുന്ന ദൈവമായിട്ട് നമ്മൾ മാറ്റണം. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങളെയൊക്കെ എളിയവരും ചെയ്യുന്നതെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ ഞാൻ പറഞ്ഞല്ലോ, അവിടുന്ന് ഇവിടുന്നല്ല ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞ് കളിപ്പിച്ചിട്ടാണ് പോകുന്നത്. അവർ പോയിട്ട് അവസാനം വൻ തകർച്ചയിലൊക്കെ തിരിച്ചു വരാറുണ്ട്. ഇവിടെ ആദ്യ ശമ്പളം തന്നേക്കാന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവസാനം ആദ്യവും ഇല്ല അവസാനം ശമ്പളവും ഇല്ല. ഇത് കൊടുക്കാന്ന് പറയും 2 വിധവകളെ വിളിച്ചു നിർത്തി അവസാനം വേറെ ആൾക്കാരുടെ വളയൊക്കെ മേടിച്ച് പണയം വെച്ചാണ് വന്നവർക്ക് കാശ് കൊടുത്ത് വിട്ടത്. ആ കുടുംബം ആകപ്പാടെ തകർന്ന് തരിപ്പണമായി. അങ്ങനെ ചെയ്തിട്ടുള്ളൊരു കുടുംബം. ജോലിയും കഴിഞ്ഞ അദ്ദേഹം ജയിലിലായി. ജയിലിൽ നിന്ന് വീട്ടിൽ വന്ന് ഇപ്പൊ ആ കുടുംബത്തിന്റെ യാതൊരു അഡ്രസ്സും ഇല്ല. അപ്പൊ നമ്മൾ പറയുന്ന ആരോടാ? ദൈവത്തോടാ പറയുന്നത്, മനുഷ്യനോടല്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രശാന്തജൻ വരുമ്പോ പറയുന്നത്, നിങ്ങള് ഇവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേച്ച് നിങ്ങള് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരരുത്. അത് വിഷയമായിട്ട് നാളെ തീരുക. പ്രൈസലോ ഇത് പ്രാർത്ഥിച്ചു എല്ലാവരും കൂടെ കൈനീട്ട് പിടിക്കുക. സേവ്യർ ബ്രദറിന്റെ എന്തോ നേർച്ചയായിരുന്നു നിങ്ങൾക്ക് തരുന്ന മുട്ടായി. അപ്പോഴേ